ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയ ഇന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിതിരിച്ച ഒരു ഇൻഫ്ലുവൻസറാണ്. മറ്റാരുമല്ല, സഫ. എന്താ സുഖായിരിക്കണോ? സോഷ്യൽ മീഡിയ മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ സഫ മാത്രാണ് അല്ലേ? സഫ ഇപ്പൊ ഒറ്റയ്ക്കാണ്, ലല്ലുവിന്റെ കൂടെ അല്ല എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എല്ലാരും പറ്റിക്കുകയാണോ? അതെ, ഇതൊന്നും ഇനി ആരോടും പറയണ്ട. ഇപ്പൊ മെഹനാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, സഫ എന്താ അഴിഞ്ഞാടി നടക്കുകയാണോ? ഇപ്പൊ ഫസ്റ്റ് സഫ ആദ്യത്തെ വിവാഹത്തിന് വേർപിരിയണു അല്ലെ, അതിനുശേഷം അടുത്തത് ആരായിട്ടായിരുന്നു? മെഹനാസ് ആയിട്ട്. സ്വാഭാവികം. കെട്ടിയില്ലല്ലോ, പക്ഷെ റിലേഷൻ ഉണ്ടല്ലോ. ഇല്ലല്ലോ, അത് സഫ പറയുന്നില്ല, പക്ഷെ തെളിവുകൾ മുഴുവൻ സഫയ്ക്ക് എതിരാണ്. കണ്ണടച്ച് ഇരുട്ടാക്കാന്ന് കേട്ടിട്ടില്ലേ? സഫ യഥാർത്ഥത്തിൽ ചെയ്യുന്ന അതല്ലേ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇത് ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്ന് മനസ്സിലാക്കാൻ അത്രയൊക്കെ ബുദ്ധിയൊക്കെ വേണം. ചുമ്മാ വേണ്ടാതിനും പറയാതിരി. ഈ ഫസ്മിനും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ലല്ലും നല്ല, നിങ്ങളും മൊത്തത്തിൽ എല്ലാവരും ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞ ഇനീഷ്യലി നിങ്ങൾ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ഞാൻ പോലും കൺഫ്യൂസ്ഡ് ആയി പോയി. സഫ ഇപ്പൊ മാരീഡ് ആണോ? അല്ല. സഫ സെപ്പറേറ്റഡ്. മെഹനൂൻ ഇപ്പൊ ആളുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഫസ്മിനിക്ക് ഇപ്പൊ ആളുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആളുണ്ടോ? എന്താണ് ഇത്? ഇപ്പൊ സഫേനെയും ലല്ലുവിനെയും നാട്ടുകാര് പൊക്കി എന്ന് പറഞ്ഞു, അത് സത്യമാണോ? ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ഒരു സ്നാപ്പ് എന്തോ അയച്ചു കൊടുത്തു എന്ന് ഒരു പറഞ്ഞ വിവാദം. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ സ്നാപ്പിൽ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് ക്യാമറ റോൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ സഫ, ഞാൻ ഇതൊരു അടുത്തൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് എന്ത് ലല്ലു എന്നുള്ള ഒക്കെ മനസ്സിലാവും. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാ. കൊറേ വട്ടം ഞാൻ പറഞ്ഞു ലല്ലുമായിട്ട് എനിക്ക് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല എന്ന്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നമുക്ക് ഒരാൾ കെയറും സ്നേഹം തരുമ്പോ എനിക്ക് അതാണ് ആവശ്യം. എനിക്ക് സ്നേഹവും കെയറാണ് എനിക്ക് ആവശ്യം. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? സ്നേഹവും കെയറും തന്നു, എല്ലാ കാര്യം കഴിഞ്ഞ് സഫയെ ഉപേക്ഷിക്കുന്നു. ആ സഫയ്ക്ക് ഓക്കെ ആണോ? ഞാനൊരു വികാര ജീവിയാണ്. ഇതുപോലത്തെ ആങ്കറൊക്കെയാണ് ഇവിടെ പിടിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരുമാതിരി കോപ്പില. ഒരുപാട് ഇന്റർവ്യൂ നിക്ക്, ഉത്തരം പറഞ്ഞിട്ട് പോ. സഫ ഇങ്ങോട്ട് വരൂ, ഉത്തരം പറഞ്ഞിട്ട് പോ. എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 2233